പാലക്കാട് ഗോവിന്ദാപുരത്തിനടുത്ത് മീങ്കര ഡാമിന് സമീപത്തായി ചെമ്മണാന്തോട് കോളനിയിലുള്ള ഈ കാണുന്ന വീടിനകത്താണ് കാളിയപ്പനും ബന്ധുക്കളുമെല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്നത്. ആക്രിയെല്ലാം പെറുക്കിയാണ് ഇവർ ജീവിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ പല ആളുകളും ഈ ചെമ്മണാന്തോട് ഭാഗത്തേക്ക് താമസിക്കാൻ വേണ്ടി എത്തിയത്. പിന്നീട് ഇവിടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലേക്കായി ഈ ആക്രി പെറുക്കാൻ വേണ്ടി പോവും. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് പിന്നീട് തിരിച്ചു വരാറുള്ളത്. ഏകദേശം 2 മാസം മുമ്പാണ് കാളിയപ്പനും ബന്ധുക്കളും പിന്നീട് തൃശ്ശൂരിലേക്ക് പോയതാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. കാളിയപ്പൻ്റെ സഹോദരിയാണ്. ഇപ്പോൾ അവസാനമായിട്ട് കാളിയപ്പൻ 2 മാസം കാണും. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഒരു 4 മണിക്കാണ്, രാത്രി 4 മണിക്കാണ്. എങ്ങനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാ പറഞ്ഞു. ഇല്ല, ഞാൻ പോയിട്ടില്ല, കാല് സുഖമില്ല. ബാക്കി എല്ലാവരും പോയി. ഞങ്ങളവിടെ തനിച്ച് തൃശ്ശൂർ പാലക്കാരിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞാനും എൻ്റെ അനിയത്തിയും. അപ്പോൾ ഒരു 4 മണിക്ക് ഫോൺ വിളിച്ച അനിയൻ, എൻ്റെ ആങ്ങള ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോൾ എൻ്റെ അനിയൻ നല്ല കരഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്താടാന്ന് ചോദിച്ചു. ചേച്ചി എല്ലാവരും വണ്ടീൻ്റെ അടിയിൽ പോയി ചേച്ചി, ഇല്ല വണ്ടീൻ്റെ അടിയിലേക്ക് വണ്ടി വന്ന് കയറി ചേച്ചി എന്ന് പറഞ്ഞു. എന്താടാന്ന് പറഞ്ഞു. ഒന്നുകൂടി നല്ല പറടാന്ന് പറഞ്ഞു. അവൻ നല്ല കുറച്ച് നിന്നിട്ട് പറഞ്ഞു, ചേച്ചി എല്ലാത്തിനും വണ്ടി കയറി ചേച്ചി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം തന്നെ ഞങ്ങൾ രാത്രി കുട്ടികളെല്ലാം എടുത്ത് വണ്ടിയിലിട്ട് നേരെ തൃശ്ശൂർക്ക് അവിടെ വന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് നിന്നാണ്. കുറേ ആംബുലൻസ് വണ്ടി വന്ന് നിന്ന്. അപ്പോൾ അനിയൻ പറയുക എങ്ങനെയുടെ ആയെന്ന് പറഞ്ഞു. ഇതേപോലത്തെ ചേച്ചി രാത്രി ഒരു 4:30 ഉണ്ടാകും, വണ്ടി വന്ന് മൊത്തം കയറിപ്പോയി ചേച്ചി. അതിൽ അനിയൻ മാത്രം തനിച്ച്, അനിയൻ മാത്രം തനിച്ച് പോയി. ബാക്കി മൊത്തം കയറി. രാത്രി ആയിപ്പോയി, ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല എന്താണെന്നപ്പോൾ നല്ല അനിയൻ നല്ല ഇത് ഇറ്റിപ്പോയി. അപ്പം അനിയൻ പറഞ്ഞ് ടോർച്ചടിച്ച് അനിയൻ നോക്കി. ടോർച്ചെടുത്ത് അനിയൻ നോക്കപ്പോൾ മനസ്സിലായുള്ളൂ എല്ലാവരും ചക്രത്തിൻ്റെ അടിയിൽ മൊത്തം പീസ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അനിയൻ. അപ്പം രണ്ടാമത് വണ്ടി തിരിച്ചു പോയിട്ട് രണ്ടാമത് റിസൾട്ട് എടുത്ത് ഫുള്ള് മൊത്തം 4 വയസ്സും ഒരു വയസ്സ് 2 മാസം വണ്ടിൻ്റെ അടിയിൽ അങ്ങനെ മൊത്തം തല തനിച്ച്. ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അനിയൻ കണ്ടിട്ട് അവനിക്ക് ഷോക്കടിച്ച് എന്താ പറയുന്നത്, എന്താന്ന് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ആംബുലൻസ് വണ്ടി വരപ്പോൾ കുറേ വണ്ടി വന്ന് നിന്ന്. അപ്പം ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ചെറിയൊരു 4 വയസ്സ് മോന് കവറിൽ കെട്ടി കൈകൊട്ടെടുത്ത് മൊത്തം വാരി കെട്ടി കൊണ്ടുവരപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞുള്ളൂ. അതുവരെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വന്ന് കുറേ ആംബുലൻസ് കൊണ്ടുവന്നു ഇവിടെ ഇട്ടിട്ട് പോയി. എന്താടാന്ന് പറഞ്ഞ് അതിൽ 5 പേര് അപ്പം തന്നെ പോട്ട് തന്നെ അങ്ങനെ തന്നെ മരിച്ചുപോയി. ബാക്കി 5 പേര് ഭയങ്കര സീരിയസ് ആണ് ആശുപത്രിയിൽ. ഒരുത്തവന് നട്ടിൽ ഉടഞ്ഞ്, ഒരു പെൺകുട്ടിക്ക് കാല് കമ്പിയിട്ടിട്ടുണ്ട്, നടക്കാൻ തീരെ മുടിഞ്ഞില്ല. ഒരു പെൺകുട്ടിക്ക് കാത് പോയി, ഒരു 5 വയസ്സ് പെൺകുട്ടി. അതിന് ഇവിടെ വരെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അത് ചെറിയ കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഒരു 5 വയസ്സുണ്ടാകും, ചെറിയ പെൺകുട്ടിയാണ്. 4 വയസ്സ് 5 ചെറിയ പെൺകുട്ടിയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട് എല്ലാം 5 പേരും 3 വലിയാളും പോയി, 2 ചെറിയ കുട്ടി. 4 വയസ്സ് 2 മാസം ആയിട്ടുള്ളൂ. അങ്ങനെതാണ് നടന്ന സംഭവം. അവിടെ ഇരുന്ന സംഭവം എൻ്റെ അവനിക്ക് മാത്രം അറിയില്ല. അവൻ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപകടത്തിൽ മരിച്ച 4 വയസ്സ് മാത്രമുള്ള ജീവയുടെ അച്ഛൻ സുരേഷും ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലേ? എല്ലാവരും ഒപ്പം കിടക്കായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? പെട്ടെന്ന് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതിന് ഇടിച്ചു വന്ന് നിന്നത് മുമ്പിൽ കിടന്ന എൻ്റെ ചേട്ടനും മാമൻ്റെ മേത്ത് കയറ്റിയിട്ട് എൻ്റെ മേത്ത് വന്ന് കയറ്റിയത്. എൻ്റെ മോൻ്റെ മേത്ത് നിന്ന് വണ്ടി തലയ്ക്ക് മേത്ത് വണ്ടി നിൽക്കുമായിരുന്നു. വണ്ടി എടുക്കണം അയാൾ എന്നെ കണ്ട് പേടിച്ചിട്ട് വണ്ടി ബാക്ക് എടുത്തപ്പോൾ ഒന്നും കൂടി എൻ്റെ മാമൻ്റെ മേത്തും ചേട്ടൻ്റെ മേത്തും കയറ്റിയിട്ട് എൻ്റെ ചെക്കനെടുത്ത് നോക്കിയപ്പോൾ തല 2 പീസായി കിടക്കും. വീണ്ടും എനിക്ക് അപ്പുറത്ത് കിടന്ന എൻ്റെ അളിയനും എൻ്റെ മോളും ചേട്ടൻ്റെ മോളും അവരുടെ മേത്തോടി കയറ്റി വണ്ടി. ആണ് ചെറിയ ചെക്ക, എൻ്റെ ചേട്ടൻ്റെ മോളുടെ 1.5 വയസ്സ് ചെക്കനും അനിയത്തി പോയത്.
അവരെ കൂടി മേത്തുകൂടി വണ്ടി കയറ്റി ഫുള്ളായിട്ട് കയറ്റി അയാൾ. ഇത്രയും നോക്കി രക്ഷിക്കാൻ പറ്റിയില്ലായിരുന്നു. അയാൾ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് പിടിച്ചു കൊടുത്ത് അയാൾ നിൽക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയായിരുന്നു അയാളിന്. അത്ര ഫിറ്റായിരുന്നു. ഭാര്യയ്ക്ക് തലയിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കും ഐസിയിൽ. 2 ചെവിയില്ല. ആ എല്ലാ ദിവസവും അവിടെ കിടക്കാറാണ്. 2 മാസം 2 മാസം വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നതാ. ജേസർ മേത്തേൻ്റെ മുമ്പിൽ പെട്ടെന്ന് നടന്നൊരു സംഭവം. കാളിയപ്പനും കുടുംബത്തിന് അപകടം സംഭവിക്കുമ്പോൾ അതേ നിരയിൽ തന്നെ കടന്നിരുന്ന സുരേഷ് എല്ലാവരും ഒരുമിച്ച് കിടക്കുകയായിരുന്നു. ഒരുമിച്ച് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് വിട്ടുവിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളും എൻ്റെ ഈ അനിയനും കുറച്ച് കയറിയ കിടന്നത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വന്ന് ഇത്ര ഫാസ്റ്റ് വന്ന ശബ്ദം ഉണ്ടെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ കടന്നു പോയി. അപ്പോൾ അവിടെ നിന്ന് അത്ര വണ്ടി പോകുന്നത് ഇങ്ങോട്ടായിരുന്നു. അവനെന്തായി തിരിച്ച് ഞങ്ങളുടെ ഇതിലേക്ക് കയറ്റി വിട്ട് അവിടെ നിന്ന് ചേച്ചിനെ മേത്ത് കയറ്റി. ചേട്ടൻ്റെ നടു പോയി. ചേട്ടൻ അങ്ങനെ കുട്ടിനെ മേത്ത് വീണപ്പോൾ ചേച്ചിൻ്റെ ടയറിനല്ല പോയി, ചേച്ചിൻ്റെ കാലിയും പോയി. പിന്നെ അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നു. അവിടെ കുറച്ച് കയറ്റി വന്ന് ഞങ്ങൾ അവിടെ ഗർഭിണിയെ ചേച്ചി കൂട്ടാ. അത് ജസ്റ്റല്ല അങ്ങോട്ട് മേത്ത് കയറാനുള്ളത്. ആ ചേട്ടൻ വണ്ടി ഭയങ്കര കുടിച്ചിട്ട് ഫാസ്റ്റിൽ അങ്ങനെ തിരിച്ചെടുത്ത് എൻ്റെ മാമൻ്റെ പെങ്ങളുടെ കുട്ടിന് മേത്ത് കയറി. ചേച്ചി മൊത്തം മാമന് കയറിയിട്ട് 2 കഷ്ണം കിടക്കും തല പീസ്. ചേട്ടൻ ഞങ്ങൾ ഒരു 4 പേര് കയറി കിടന്ന പക്ഷേ ഞങ്ങൾ രക്ഷപ്പെട്ട്. ഇല്ലല്ല മൊത്തം കുടുംബം അങ്ങനെ പോയാലങ്ങോട്ട്. 11 പേരായിരുന്നു ഇന്നലെ കാളിയപ്പനും അതുപോലെ തന്നെ നാഗമ്മയും എല്ലാം തൃശ്ശൂരിൽ കിടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വന്ന ആ ലോറി എടുത്തു പോയത് അവരിലെ 5 പേരുടെ ജീവനാണ്. ആ നടുക്കം ഇനിയും ചെമ്മണാന്തോട്ട് കോളനിയിലുള്ള ഈ വീട്ടിൽ മാറിയിട്ടില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് 2 പൈതലുകളും ഇന്നലെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.